എന്താണ് സിനിമ കണ്ടതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നല്ല എക്സ്പീരിയൻസാ, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. പിന്നെ മൊത്തത്തിലൊരു പ്രണയമയം, ആരോ പറയുന്നുണ്ട് പ്രണയ വലയങ്ങളാണല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു പ്രണയം ബേസ് ആണ്. അതുകൊണ്ട് തന്നെ ആരും പ്രേമിക്കാത്തവരില്ലാത്തത് കൊണ്ട് നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു, അല്ലേ? ഇങ്ങനെ നോക്ക്, നീ കണ്ട പല വഴികളിൽ കൂടിയാണ്, ആരും കാണാത്ത വഴികളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കണം, അപ്പൊ കിട്ടും. ഈ സിനിമകളുടെ ഈ ഇന്റർവ്യൂസ് ഒക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ നിങ്ങൾ എല്ലാവരും തന്നെ. അത് നിഖിലയാണ്, ഞാനല്ല. ഞാൻ അവിടെ സൈഡിൽ കണ്ടിരുന്നോ? പിന്നെ ഞങ്ങൾ ഒരുമിച്ചല്ലേ, എന്തായാലും നമുക്കറിയാലോ എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ അവിടെ തഗ്റാണി ആയതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ പേരുകൾ വന്നിട്ടുണ്ട് ഇപ്പൊ പല പല രീതിയിൽ. എനിക്ക് പേര് കേട്ടില്ല, ഞാൻ എന്താണ് അല്ല ഇപ്പൊ പൊതുവെ തന്നെ ഒരു തഗ്റാണി എന്നാണ് അറിയപ്പെടുന്നത്. ഞാനല്ല. അതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കാന്നുള്ളത്? അങ്ങനെയല്ല, നമുക്ക് പറയാനുള്ളത് എവിടെയാണെങ്കിലും പ്രതികരിക്കാന്നുള്ളതാണ്. അതെനിക്കറിയത്തില്ല. അങ്ങനെയല്ല, നമ്മളിപ്പോ എവിടെ പ്രതികരിച്ചാലും നമ്മുടെ അഭിപ്രായം പറഞ്ഞാലും ചിലപ്പോൾ നമ്മളെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട്. അത് അതിന്റെ വഴിയിൽ അങ്ങോട്ട് പോകും. അത്തരം വിമർശനങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നു തോന്നുന്നല്ലോ. ഒരു സ്ത്രീ വന്ന് ഒരു രീതിയിൽ പ്രതികരിക്കുമ്പോൾ അതിനെ അഹങ്കാരി എന്നുള്ള രീതിയിൽ മുദ്ര കുത്തുമ്പോൾ അത് പറയുന്നത് എങ്ങനെ ഇരിക്കും, കാര്യമുള്ള കാര്യമാണോ വെറുതെ അഹങ്കാരം പറയുന്നതാണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. വെറുതെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് വെറുതെ അഹങ്കാരി എന്ന് പറയാറില്ലല്ലോ. അപ്പം എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ പറയുന്നതിനായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത്. പിന്നെ ഈ പേരുകളൊക്കെ വരുന്നതാണെങ്കിലും എനിക്കറിയില്ല. അവൾ തഗ്റാണി എന്നുള്ള പേരൊക്കെ മാറി ഇപ്പൊ അങ്ങനെ വന്നോന്ന് എനിക്കറിയില്ല. ബട്ട് തഗ്റാണി എന്നുള്ള ലേബിള് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. കാരണം നമ്മൾക്ക് പറയാനുള്ള കാര്യമല്ലേ നമ്മൾ പറയുന്നത്. അതിനെ തഗ്ഗായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ മേപ്പടിയാന് ശേഷം കഥയുന്നവരെ എന്നൊരു സിനിമ മറ്റേ സംവിധാനം ചെയ്യുന്നു. അതിലൊക്കെ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? മേപ്പടിയാന്റെ ഡയറക്ടർ തന്നെയാണല്ലോ. അല്ല, ആ സംവിധായകനോടെയുള്ള എക്സ്പീരിയൻസ്. വിഷ്ണു ചേട്ടൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ ഞങ്ങൾക്കുള്ള സൗഹൃദമാണ്. മേപ്പടിയാനാണെങ്കിലും അത് പിന്നെ വേറൊരു ഈ ഒരു കൈൻഡ് ഓഫ് ജോണർ ഭയങ്കര വ്യത്യാസമല്ലേ രണ്ട് മൂവി. അപ്പൊ മേപ്പടിയാൻ അത്രയും സക്സസ് ആകുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു മൂവി വരുമ്പോഴാണെങ്കിലും വിഷ്ണു ചേട്ടൻ മാത്രമല്ല, മൊത്തമുള്ള ടീം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ അറിയുന്ന ടീമാണ്. അപ്പൊ എന്തായാലും അവരെല്ലാവരും കൂടി ഇങ്ങനത്തെ ഒരു ചിത്രം എടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും അത് വെറുതെ ആവില്ല എന്നുള്ളൊരു വിശ്വാസം അന്നുമുണ്ട്, ഇന്നും ഉണ്ട്. അത് നിങ്ങൾക്കും അത് മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. ഇനി കാണുന്ന ഓരോ പ്രേക്ഷകർക്കും അത് ഓക്കെ എന്നുള്ള രീതിയിൽ അവർ സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഈ വിഷ്ണു ചേട്ടന്റെ സിനിമയൊക്കെ ഇറങ്ങാൻ നേരത്ത് മേപ്പടിയാൻ ഇറങ്ങിയ സമയത്ത് പല രീതിയിലും അറ്റാക്കുകൾ നേരിട്ടൊരു വ്യക്തിയായിരുന്നു വിഷ്ണു മോഹൻ, ഒരു സംവിധായകൻ. ഒരു പ്രൊപ്പഗണ്ട മൂവി എന്നുള്ള രീതിയിൽ ലേബിൾ കുത്തി അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഒരു സംവിധായകനായിരുന്നു. പക്ഷെ കഥ ഇന്നുവരെ എന്നുള്ള ഫീൽ ഗുഡ് സിനിമയും അത്തരത്തിലൊരു പ്രൊപ്പഗണ്ട മൂവി എന്നുള്ള രീതിയിൽ മുദ്ര കുത്തുന്നു തോന്നുന്നുണ്ട്. അതിനെ അറിയില്ല, ഇന്നിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ കാണാം. ഇപ്പൊ തന്നെ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്, എന്തെങ്കിലും വിമർശനങ്ങളൊക്കെ എനിക്കെതിരെ ഇന്ന് മാത്രമല്ലല്ലോ, മുമ്പ് ഞാനും മനസ്സാവാച അറിയാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട്. അത് അവരുടെ ഇഷ്ടം. അവർക്ക് സമയമുണ്ടെങ്കിൽ, അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരെ വിമർശിക്കട്ടെ. എനിക്ക് എപ്പോഴെങ്കിലും മറുപടി തോന്നും എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ പ്രതികരിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ പറയാൻ. ഇപ്പൊ ഇതാണെങ്കിലും സിനിമയായിട്ട് മാത്രം കാണുക. സിനിമ കാണുമ്പോഴത്തേക്ക് നമ്മൾ വിമർശിക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിലേക്ക് കാണാൻ പോവുകയാണെങ്കിൽ പിന്നെ പല സിനിമകളും ഉണ്ടാവുകയില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ സിനിമയെ ആ ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആയിട്ട് മാത്രം നമ്മൾ കാണുക എന്നുള്ളതാണ്. പിന്നെ വിമർശനങ്ങൾ പറയാൻ ആഗ്രഹമുള്ളവര് എന്നും വിമർശിച്ചുകൊണ്ടേയിരിക്കും. അത്ര വലിയൊരു വിജയമാവട്ടെ.